ഇനി ബാക്കി ടൈപ്സ് ഓഫ് ഷോക്കിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വൺ ആയിട്ടുള്ള ഷോക്കായിട്ടുള്ള ഹൈപ്പോ വോളിമിക് ഷോക്കിനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊക്കെ എന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം സെക്കൻഡ് വൺ ഇസ് എ കാർഡിയോജെനിക് ഷോക്കാണ്. അപ്പോൾ കാർഡിയോജെനിക് ഇസ് സംതിങ് റിലേറ്റഡ് ടു കാർഡിയോ, അപ്പോൾ ഹാർട്ടിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇനാഡിക്വേറ്റ് പമ്പിങ് ആക്ഷൻ ഓഫ് ഹാർട്ട് ഡ്യൂ ടു മയോകാർഡിയൽ അബ്നോർമാലിറ്റീസ്. സോ മയോകാർഡിയൽ അബ്നോർമാലിറ്റീസ് കാരണം ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ ഇനാഡിക്വേറ്റ് ആകും. അപ്പം ഇനാഡിക്വേറ്റ് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും ഡ്യൂ ടു ലൈക്ക് മയോകാർഡിയൽ അബ്നോർമാലിറ്റീസ് ലൈക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ കാരണം നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ ഇനാഡിക്വേറ്റ് ആവും. സോ വിച്ച് വിൽ ലെഡ് ടു കാർഡിയക് ഔട്ട്പുട്ട് കുറയും, ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും, വിച്ച് വിൽ ലെഡ് ടു ഷോക്ക്. അങ്ങനെ ഉണ്ടാകുന്ന ഷോക്കിനാണ് കാർഡിയോജെനിക് ഷോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ വാട്ടറിൻ്റെ മോട്ടറില്ലേ, മോട്ടർ വെറുതെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അതിൽ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞാലും പ്രശ്നമാണ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പമ്പ് ചെയ്യുന്ന മോട്ടറിന് പ്രശ്നമാണെങ്കിലും പ്രശ്നമാണ് അല്ലേ. അങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ പ്രശ്നമാവുന്നത് തന്നെയാണ് നമ്മൾ ഹൈപ്പോ വോളിമിക് പറഞ്ഞത്. ജസ്റ്റ് റിലേറ്റ് ചെയ്ത് പറയുന്ന കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മുടെ മോട്ടോറിന് എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ പമ്പിങ്ങും നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ടാങ്കിക്ക് എത്തുന്ന വെള്ളത്തിന് ലെവലിന് പ്രശ്നം വരില്ലേ. അങ്ങനെ വരുന്നതിൻ്റെ പ്രശ്നം ലൈക്ക് പമ്പിങ് ആക്ഷന് പ്രശ്നം ഉണ്ടാവും, മോട്ടോറിൻ്റെ പമ്പിങ്ങിന് പ്രശ്നം ഉണ്ടാകുന്ന അതിന് റിലേറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കാർഡിയോജെനിക് ഷോക്ക്. ഇവിടെ എന്താണ് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് ആക്ഷന് ആണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കാർഡിയോജെനിക് ഷോക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇനാഡിക്വേറ്റ് പമ്പിങ് ആക്ഷൻ ഓഫ് ഹാർട്ട് ഡ്യൂ ടു മയോകാർഡിയൽ അബ്നോർമാലിറ്റീസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ലൈക്ക് ഒബ്സ്ട്രക്റ്റീവ് ഷോക്കാണ്. ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒബ്സ്ട്രക്ഷനാണ് സംഭവിക്കുന്നത്. ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഇൻ ലങ്സ് ഓർ മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇൻ ഹാർട്ട്. അപ്പോൾ ഹാർട്ടിലെ ലങ്സിൽ ബ്ലഡ് ഫ്ലോയിലുള്ള ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന ഷോക്കാണ്. അപ്പോൾ ഇവിടെ മെയിൻ റീസൺസ് പൾമണറി എംബോളിസംസ്, ന്യൂമോതൊറാക്സ്. അപ്പം ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എയർ ലങ്സിൻ്റെ ഉള്ളിൽ എയർ ഫില്ലാവുക, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാർഡിയാക് ടാമ്പനൈഡ്, ഇതൊക്കെയാണ് മെയിൻ ഒബ്സ്ട്രക്റ്റീവ് ഷോക്കിൻ്റെ റീസൺ വരുന്നത്. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഇൻ ലങ്സ് ഓർ മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇൻ ഹാർട്ട് റീസൺസും നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വാസോ ഡൈലേഷനാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ് ഉണ്ട്. ന്യൂറോജെനിക് ഷോക്ക് ഉണ്ട്, അനാഫിലാറ്റിക് ഷോക്ക് ഉണ്ട്, അതുപോലെ തന്നെ സെപ്റ്റിക് ഷോക്ക് ഉണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചിട്ട് നോക്കാം. ന്യൂറോജെനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ് അതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജനറൽ അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ, ബ്രെയിൻ ഡാമേജ്, അതുപോലെ സ്പൈനൽ കോഡ് ഡാമേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കോസാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വാസോ മോട്ടോർ ടോണ് ലോസ് ആവും. വാസോ മോട്ടോർ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷനെ എഫക്റ്റ് ചെയ്യും. സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷനാണ് മെയിനായിട്ട് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സിമ്പത്തറ്റിക് ചെയിനിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ലെഡ് ടു വാസോ ഡൈലേഷൻ. അപ്പോൾ വാസോ ഡൈലേഷനാണ് നമ്മൾ മെയിൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൻ്റെ കോസ് പറഞ്ഞത് കേട്ടോ. വാസോ ഡൈലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ലൈക്ക് വീനസ് റിട്ടേൺ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അതാണ് നമ്മുടെ ന്യൂറോജെനിക് ഷോക്ക്. അപ്പോൾ കോസ് ജസ്റ്റ് നോക്കി വെക്കുക, അത് കാരണം എന്താണ് സംഭവിക്കുന്നത് നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് അനാഫിലാറ്റിക് ഷോക്ക്. അനാഫിലാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വിച്ച് ഈസ് റിലേറ്റഡ് ടു അലർജിക് കണ്ടീഷനാണ്. അപ്പോൾ അലർജിക് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വരും. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് വിച്ച് വിൽ സ്റ്റിമുലേറ്റ് ദ മാസ്റ്റ് സെൽസ് അല്ലെങ്കിൽ ബേസോഫിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും, ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നാൽ ഹിസ്റ്റമിൻ കോസ് ദ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ വാസോ ഡൈലേഷൻ ഉണ്ടാവും, വീനസ് റിട്ടേൺ കുറയും, അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ഇനി തേർഡ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ഷോക്കാണ്. സെപ്റ്റിക് ഷോക്കിന് 2 ടൈപ്പ് ഉണ്ട്. വാം സെപ്റ്റിക്കും ഉണ്ട്, അതേപോലെ തന്നെ കോൾഡ് സെപ്റ്റിക് ഷോക്കും ഉണ്ട്. അപ്പോൾ വാം സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബാക്ടീരിയൽ സംഭവമുണ്ട്, സംതിങ് റിലേറ്റഡ് ടു ബാക്ടീരിയ ആണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് റീസൺ വരുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൽ വാസോഡൈലേഷൻ, ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോജെനിക്കിൽ നമ്മൾ ഹാർട്ടിലുള്ള പ്രശ്നങ്ങൾ, പമ്പിങ് ആക്ഷൻ ഓഫ് ഹാർട്ട്. അപ്പോൾ സെപ്റ്റിക് ഷോക്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അപ്പം ഫസ്റ്റ് ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫെക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം
ബോഡി ടെമ്പറേച്ചർ കൂടും. ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൂടും. ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. നമ്മൾ ഇവിടുത്തെ ബ്ലഡ് ഫ്ലോ കൂടുക നമ്മൾ നോർമൽ ബ്ലഡ് ഫ്ലോ അല്ല അവിടെ സംഭവിക്കുന്നത്, ഹൈപ്പർ ഡൈനാമിക് സൊല്യൂഷൻ. നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ കൂടും. ഓക്കെ, അവിടെ കാർഡിയാക് ഔട്ട്പുട്ട് നല്ലോണം കൂടും. ഓക്കെ, നല്ലോണം കൂടും. അപ്പം ഈ ഒരു അങ്ങനെ നല്ലോണം കൂടിയത് കാരണം നമ്മൾ മെയിനായിട്ട് പറഞ്ഞാൽ കാർഡിയാക് ഷോക്കൊക്കെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നത് കാരണമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാതും കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നത് കാരണമാണ് ഷോക്ക് ഉണ്ടായത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇത് നമ്മുടെ MCQ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാം സെപ്റ്റിക് ഷോക്കിൽ മാത്രം കാർഡിയാക് ഔട്ട്പുട്ട് കൂടിയത് കാരണം ഷോക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഇൻ വാം സെപ്റ്റിക് ഷോക്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടും, സോ ബ്ലഡ് ഫ്ലോ നല്ല കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് നല്ല കൂടും, വിച്ച് വിൽ ലെഡ് ടു ഷോക്ക്. ഇനി ഇൻ ദ ലേറ്റ് ഫേസ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, സെപ്സിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ലേറ്റ് ഫേസിൽ എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയ എന്ത് ചെയ്യും, ടോക്സിൻസ് റിലീസ് ചെയ്യും. ബാക്ടീരിയൽ ടോക്സിൻസ് റിലീസ് ചെയ്യും, വിച്ച് വിൽ ഇൻഹിബിറ്റ് ദ മയോകാർഡിയം, വിച്ച് വിൽ ലെഡ് ടു കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പം വാം സെപ്റ്റിക്കിൽ മാത്രമാണ് എന്ത് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നത് കേട്ടോ. ഇവിടെയും ലൈക്ക് കോൾഡ് സെപ്റ്റിക്കിലും എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് കുറയാണ്, വിച്ച് വിൽ ലെഡ് ടു ഷോക്ക്, വിച്ച് ഈസ് കോൾഡ് ആസ് കോൾഡ് സെപ്റ്റിക് ഷോക്ക്. അപ്പോൾ ഇത്രയാണ് ബാക്കി ടൈപ്പ് ഇട്ട കാർഡിയോജനിക്, ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക്, ഡിസ്ട്രിബ്യൂട്ടീവ് തന്നെ 3 ടൈപ്പ്. ന്യൂറോജനിക് വിച്ച് വാസ് റിലേറ്റഡ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അനാഫിലാറ്റിക് എന്ന് പറയുമ്പോൾ അലർജിക് റിയാക്ഷന്, അവിടെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും, ഹിസ്റ്റമിൻ വിൽ കോസ് ടു വാസോ ഡൈലേഷൻ. അതുപോലെ തന്നെ സെപ്റ്റിക് ഷോക്ക്. ഓക്കെ, സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ടൈപ്പ് പറഞ്ഞു, വാം സെപ്റ്റിക്കും ഉണ്ട്, കോൾഡ് സെപ്റ്റിക്കും ഉണ്ട്. വാം സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, അങ്ങനെ ഷോക്ക് ഉണ്ടാവും. ഇനി കോൾഡ് സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ലേറ്റ് ഫേസ് ആകുന്ന സമയത്ത് ടോക്സിൻസ് റിലീസ് ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓരോ ടൈപ്പിനും ഓരോ ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ ഹൈപ്പോവോളിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയം കുറയും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് എന്താ വരിക, ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ. അതുപോലെ തന്നെ ഡെസ്ട്രോൺ സൊല്യൂഷൻ്റെ കൊടുക്കുക. ഡെസ്ട്രോൺ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഡെസ്ട്രോൺ എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ പ്ലാസ്മേൻ്റെ സബ്സ്റ്റിറ്റ്യൂറ്റ് ആണ്. ഇപ്പം നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മ ഇല്ലാത്ത കേസ് വരുന്ന സമയത്ത് നമുക്ക് ഡെസ്ട്രോൺ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് നമ്മുടെ ഹൈപ്പോവോളിമിക് ഷോക്കിൽ വരുന്ന അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് വരിക. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് ഡ്രഗാണ്. നമ്മുടെ സിമ്പത്തമെറ്റിക് ഡ്രഗ് എന്നായിട്ട് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോറെപ്പിനെഫ്രിൻ അതുപോലെ തന്നെ എപ്പിനെഫ്രിൻ ഒക്കെ കൊടുക്കുക. അപ്പം അത് മെയിനായിട്ട് എന്തിൻ്റെ ഇപ്പം നമ്മുടെ ഹൈപ്പോവോളിമിക്കിൽ ബ്ലഡ് വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷേ ഈ ന്യൂറോജനിക്കിലും അതുപോലെ തന്നെ അനഫിലാറ്റിക് ഷോക്കിലൊക്കെ ബ്ലഡ് വോളിയം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇപ്പോൾ ഈ ന്യൂറോജനിക് ഷോക്കിലും അനഫിലാറ്റിക് ഷോക്കിലൊക്കെ സിമ്പത്തമെറ്റിക് ഡ്രഗ്സാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അവിടെ നമ്മൾ വാസോമോട്ടർ ടോണും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് വാസോമോട്ടർ ടോൺ കുറയും, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷനിലുള്ള പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ അവിടെ അതിനൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇനി വേറെ കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. O2 കുറയല്ലേ ടിഷ്യൂലുള്ള മെയിൻ. ഫസ്റ്റ് നമ്മൾ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞത് എന്താ, ടിഷ്യൂവിലുള്ള ഓക്സിജൻ്റെ ലെവൽ കുറയാണ്, ഹൈപ്പോക്സി ടിഷ്യൂ ലെവലിൽ സെല്ലുലാർ ലെവൽ. അപ്പോൾ അതിന് ഇതായിട്ട് O2 തെറാപ്പി, അതുപോലെ തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുക, ഹെഡ് ഡൗൺ തെറാപ്പി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ബ്ലഡ് ആൻഡ് പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷന്, ഡെസ്ട്രോൺ സൊല്യൂഷൻ, അതുപോലെ തന്നെ സിമ്പത്തമെറ്റിക് ഡ്രഗ്സ്, ഹെഡ് ഡൗൺ തെറാപ്പി, O2 തെറാപ്പി, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. ചെറിയ ടോപ്പിക്കാണ്. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഹൈപ്പോവോളിമിക് ഷോക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. പിന്നെ ബാക്കി കാർഡിയോജനിക്, ഒബ്സ്ട്രക്റ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ സ്റ്റേജസ് പിന്നെ സിമ്പിൾ സംഭവങ്ങളാണ്. റിവേഴ്സിബിൾ, നോൺ പ്രോഗ്രസീവ്, പ്രോഗ്രസീവ്, പിന്നെ ഇറിവേഴ്സിബിൾ.